അസ്സലാമലൈക്കും. നമ്മളിന്ന് ചെയ്യാൻ പോണത് അവലും പഴമൊക്കെ വെച്ചിട്ട് നല്ലൊരു ഡ്രിങ്കാണ്. ഈ ചൂടുള്ള സമയത്തൊക്കെ നമ്മുടെ പറമ്പിലും തൊടുവിലൊക്കെ ഇല്ല മൈസൂർ പഴം വെച്ചിട്ട് നമുക്ക് നല്ല ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ഇതിൽ അവൽ നല്ലോണം വറുത്തിട്ട് വേണം കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കാൻ. നട്ട്സും ഫ്രൂട്ട്സും ഒക്കെ നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് അവൽ വറുത്തെടുക്കാം. ഞാനിതിന് മട്ട അവലാണ് എടുത്തത്. അത് 2 കപ്പ് എടുത്ത് ഒരു ചെമ്പിലിട്ട് നല്ലോണം കരിയാതെ വറുത്തെടുക്കുക. ഇതിലേക്ക് വെള്ള അവലും വേണമെങ്കിൽ എടുക്കാം, പക്ഷേ ഒന്നുകൂടി ടേസ്റ്റ് മട്ട അവലായിരിക്കും. അത് റോസ്റ്റഡ് അവലാണെങ്കിലും നമ്മളൊന്നുകൂടി വറുത്തെടുക്കണം. അല്ലെങ്കിൽ റോസ്റ്റഡ് ആണെന്ന് കവർമ ചിലപ്പോൾ റോസ്റ്റഡ് എന്നൊക്കെ എഴുതിയിരിക്കും, പക്ഷെ അത് നമ്മൾ ഈ പഴത്തിൻ്റെ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ അത് കണ്ട് അലിഞ്ഞൊരു പൊടി പോലെയാവും. അതുകൊണ്ട് നല്ലോണം വറുത്തെടുക്കണം കേട്ടോ. കരിയാതെ വറുത്തെടുക്കുക, കരിഞ്ഞ ടേസ്റ്റ് മാറും. ഇനി നമുക്ക് ഇതിലേക്കുള്ള ബൂസ്റ്റ് പാലും ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഇതിലേക്ക് 5 രൂപേൻ്റെ 2 ബൂസ്റ്റാണ് ചേർത്ത് കൊടുത്തത്. ബൂസ്റ്റും പാലൊക്കെ കൂടുതലെടുത്താൽ അത്രയ്ക്ക് ടേസ്റ്റ് കൂടും കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനൊരു കപ്പ് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മൈസൂർ പഴം കയ്യിലിട്ട് ഇതുപോലെ ഉടച്ചിട്ട് കുത്തി ഉടച്ചെടുക്കുക. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് പച്ച തേങ്ങയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. അതും നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. തേങ്ങയും പഞ്ചസാരയൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ഏലക്കായൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ബൂസ്റ്റ് ഉണ്ടാക്കി വെച്ചില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പാല് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ പാൽ തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോഴാണ് ടേസ്റ്റ് കൂടുക. ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്, തണുത്ത വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചേർക്കേണ്ടവർക്ക് അങ്ങനെ ചേർക്കാം, ഇല്ലെങ്കിൽ പാല് തണുപ്പിച്ചിട്ട് അത് ചേർക്കുക. ഇനി നമ്മൾ നമുക്ക് കഴിക്കാനാവുമ്പോൾ മാത്രം ഗ്ലാസ്സിലേക്ക് അവലിട്ടിട്ട് ഈ ഡ്രിങ്കായിക്ക് ഒഴിച്ച് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് നമ്മളെ കയ്യിൽ നട്ട്സോ ഫ്രൂട്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഈ ചൂടുള്ള സമയത്തൊക്കെ ഇങ്ങനെയുള്ള മക്കൾ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്തോ അല്ലെങ്കിൽ നോമ്പ് തുറക്കുന്ന സമയത്തോ ഒക്കെ നമുക്കിത് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റിൽ ചെയ്തെടുക്കാവുന്ന ഒരു ഡ്രിങ്ക് കേട്ടോ അത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അസ്സലാമു അലൈക്കും.